ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 42-ാം സങ്കീർത്തനം 1-ാം വാക്യം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവത്തിനായുള്ള ആത്മാവിൻ്റെ ദാഹത്തെ ദാവീദ് ഒരു മാനിൻ്റെ വെള്ളത്തിനായുള്ള തീവ്രമായ അന്വേഷണവുമായി താരതമ്യം ചെയ്യുന്നു. വെള്ളം ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന പ്രകാരം ദൈവസാന്നിധ്യം ഒരു ദൈവവൈതലിന് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെയും ആരാധനയിൽ നിന്നുള്ള വേർപിരിയലിൻ്റെയും സമയങ്ങളിൽ സംതൃപ്തിക്കും ജീവിത നന്മയ്ക്കുമായി ദൈവത്തിലുള്ള ആഴമായ ആഗ്രഹത്തെയും ആശ്രയത്വത്തെയും ഇത് സൂചിപ്പിക്കുന്നു. അതിജീവനത്തിന് വെള്ളം അത്യാവശ്യമായതുപോലെ ദൈവമില്ലാതെ ആത്മാവിന് അതിജീവിക്കുവാൻ കഴിയുകയില്ല. സമ്പത്തിനോ ആനന്ദത്തിനോ വിജയത്തിനോ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയുകയില്ല. ആത്മീയ ദാഹം നമ്മെ പലപ്പോഴും അസ്വസ്ഥതയിലോ നിരുത്സാഹത്തിലോ എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന തോന്നലിലോ സ്വയം കൊണ്ടുചെന്ന് എത്തിക്കാം. ഈ ശൂന്യത ഒരു പോരായ്മയായി കാണാതെ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു ക്ഷണമായി നമുക്ക് കാണാം. ആത്മീയ ദാഹം അവഗണിക്കേണ്ട ഒന്നല്ല, അത് പ്രതികരിക്കേണ്ടതാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സംതൃപ്തി വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ക്ഷീണിതരാണെങ്കിൽ അവൻ്റെ അടുക്കൽ വരൂ. വരണ്ടവരാണെങ്കിൽ അവനിൽ നിന്ന് കുടിക്കൂ. നിങ്ങൾ ആത്മാവിൽ നിന്ന് അകലെയാണെങ്കിൽ അവനിലേക്ക് മടങ്ങി വരൂ. ഒരിക്കലും മറ്റാത്ത ജീവജലം ക്രിസ്തു മാത്രമാണ്. പ്രിയ സ്നേഹിതരെ, മാൻ വെള്ളത്തിനായി കൊതിക്കുന്നത് പോലെ ദൈവത്തിനായി തീവ്രമായി കൊതിക്കുന്ന ഒരുവനായി നമുക്കും രൂപപ്പെടാം. അവനിൽ മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക് ജീവനും സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുവാൻ കഴിയൂ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് വേണ്ടിയുള്ള ആഴമായ ദാഹം ഞങ്ങളെ ജനിപ്പിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.